എന്താ എന്റെ ഒരു ടെൻഷൻ? മഞ്ജരി, അച്ഛനും മരുമോളും കൂടെ രാവിലെ തന്നെ എവിടേക്കോ ഇറങ്ങി പോയിട്ടുണ്ട്. ഇത്രയും നേരമായിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല. അവരോട് പോയാലും നമുക്കെന്താ ആന്റി? കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കും മഞ്ജരി. രാത്രി രണ്ടുപേരും കൂടി CCTV ഫൂട്ടേജസ് ചെക്ക് ചെയ്ത കാര്യം നീ മറന്നുപോയോ? നമുക്ക് നേരെ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് കൂടുതൽ എൻക്വയറി വല്ലതും നടത്തുന്നതായിരിക്കോ? അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ ആന്റി. എന്ത് വന്നാലും ഇതിന് എന്നോടൊപ്പം. പിന്നെന്തിനാ പേടിക്കുന്നത്? ഇക്കാര്യം അത്ര സിമ്പിൾ ആയിട്ട് വിട്ടുകളയാൻ പാടില്ല മഞ്ജരി. ആ മേഘന ഈ കാര്യം അത്ര ഈസി ആയിട്ട് വിട്ടുകളയുന്നവളല്ല. ശരിയായ തെളിവുകൾ കൊണ്ടുവന്നാ മിഥുൻ നിന്റെ ഭാഗത്ത് നിന്ന് മേഘനയുടെ ഭാഗത്തേക്ക് മാറും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്. ആ സരയുനെ ഫോൺ ചെയ്ത് ഒന്ന് സൂക്ഷിക്കാൻ പറയാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ആന്റി ഇത്രയും ടെൻഷൻ അടിച്ച് പറയുന്നോണ്ട് ഒന്ന് ഫോൺ ചെയ്തേക്കാം. ആന്റി ഒന്ന് സമാധാനിക്കും. അതെ അച്ഛാ, ആ പോലീസുകാരൻ അയച്ചെന്ന പോക്കറ്റ് അടിക്കാരന്റെ ലൊക്കേഷൻ ഇത് തന്നെയാണ് അച്ഛാ. ഇവിടെ ഇപ്പോ അയാളുടെ വീട് എവിടെയാണെന്ന് എങ്ങനെ നമ്മളെ കണ്ടുപിടിക്കുന്നത്? ഒന്ന് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ചേട്ടാ, ഇയാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിട്ട് പറഞ്ഞേ. ഇല്ല, കണ്ടിട്ടില്ല. മോളെ മേഘനെ, നമുക്ക് മറ്റാരോടെങ്കിലും ചോദിച്ചു നോക്കാം. അതിന്റെ ഒരു ആവശ്യമില്ല അച്ഛാ. അയാൾക്കറിയാം. നമുക്ക് അയാളെ ഫോളോ ചെയ്യാം. അച്ഛൻ വന്നേ. എടാ സുമേഷ്, എന്താടാ? നിന്നെ അന്വേഷിച്ച് രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നു. ആരാടാ അവര്? എനിക്കറിയില്ലടാ. നിങ്ങളൊക്കെ ആരാ? എന്തിനാ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? ടെൻഷൻ അടിക്കണ്ടേ സുമേഷ്. ഞങ്ങൾ പോലീസുകാരൊന്നുമല്ല. ഒരു കാര്യം അറിയാൻ വന്നതാ. എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എനിക്കൊരു പരിചയമില്ലല്ലോ. മോഷ്ടിക്കുന്ന സ്വർണ്ണൊക്കെ വിൽക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് വിറ്റ് തരണം. പക്ഷെ എനിക്കതിന് കമ്മീഷൻ വേണം. തനിക്ക് എത്രയാ വേണ്ടത്? ഇന്നലെ നീ ഒരു ജ്വല്ലറിയില് ഒരു മാല കൊണ്ടുപോയി വിറ്റ കാര്യം ഓർമ്മയുണ്ടല്ലോ. അതാരാ തന്നെന്ന് സത്യം പറഞ്ഞോണം. ഞാൻ മാലയൊന്നും കൊണ്ടുപോയി വിറ്റിട്ടില്ല സാറേ. ഞാൻ അത്തരക്കാരനൊന്നും അല്ല. സത്യം പറയാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ നിന്റെ തല മത്തങ്ങ പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിക്കും. ആ ജ്വല്ലറിയുടെ CCTV ഫൂട്ടേജിൽ നിങ്ങൾ അവിടെ മാല വിൽക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. മര്യാദയ്ക്ക് സത്യം പറയും. സത്യം പറയുന്നു അതോ ഞാൻ നിന്നെ വെടിവെച്ചു കൊല്ലണം? പറയാം സാർ, ഞാൻ സത്യം പറയാം സാർ. അയാൾ ആരാതൊന്നും എനിക്കറിയില്ല. ആ മാല വിറ്റ് തന്ന കമ്മീഷൻ തരാതെ പറഞ്ഞു സാറേ. അയാളെ കാണാൻ എങ്ങനെയായിരുന്നു? കുറച്ച് പ്രായം ഉണ്ടായിരുന്നു. പക്ഷെ കാറിലാ വന്നത്. ഒരു 10-50 വയസ്സുണ്ടാവും. കാണാൻ വെളുത്തിട്ടാ. ഷർട്ടും പാന്റും ഒക്കെ ഇട്ട് നല്ല ഡീസന്റ് ലുക്കിലാ വന്നത്. ഇയാളാണോ നോക്കാം? ഇയാളാണ് ഇവിടെ. ഇയാള് തന്നെയാ. ആരാ മേഘനത്? സരയുന്റെ PA ആണ് ഇയാള്. ഇതിൽ മഞ്ജരി മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. സരയു കൂടി ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഇറങ്ങാച്ച, നമുക്ക് പോയിട്ട് PA ഒന്ന് കാണണം. ഈ മോഷണവും കളത്തരവും ഒക്കെ കളഞ്ഞിട്ട് മര്യാദക്ക് ജോലി എടുത്ത് ജീവിക്കാൻ നോക്ക്. പോവാ മോളെ. പറയും മഞ്ജരി. നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നോ സരയു? അന്വേഷിച്ച് ആര് വരാൻ? ആ മാലയുടെ കാര്യം അന്വേഷിച്ച മേഘിനി അങ്കിളും ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരിതുവരെ നിന്നെ കാണാൻ വന്നില്ലല്ലോ. എന്നെ അന്വേഷിച്ച് വരാൻ അവരുടെ കയ്യിൽ തെളിവില്ലല്ലോ. നീയൊരു കള്ളനെ ഉപയോഗിച്ചല്ലേ ആ മാല ജ്വല്ലറി കൊണ്ടുപോയി വിറ്റ് കാശാക്കിയത്. അയാളെങ്ങാനും മേഘനെ കണ്ടുപിടിച്ച സ്ട്രെയിറ്റ് ആയി അവള് നിന്റെ അടുത്തേക്ക് വരും. ആ കള്ളൻ ആരാന്നൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം ചെയ്തത് എന്റെ PA ആയിരുന്നു. നിന്റെ PAയോട് സംസാരിച്ച് ആ കള്ളനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റാൻ നോക്ക്. നീ എന്തിനാ മഞ്ജരി ഇത്ര ടെൻഷനാവുന്നേ? ഞാനല്ല സരയു, ഇവിടെ പ്രിയംവദാന്റിയെ ടെൻഷൻ അടിക്കുന്നത്. ശരി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം.
പറഞ്ഞോളൂ മാഡം. മിസ്റ്റർ രാജൻ, ആ കള്ളൻ എവിടെയാണെന്നറിയോ? അയാൾ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടോ മാഡം? അയാളെ കുറിച്ച് മേഘൻ എൻക്വയറി ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. അയാളുടെ അടുത്ത് സൂക്ഷിച്ചിരിക്കാനൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്. അവൻ പഠിച്ച കള്ളനാ മാഡം. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ശരി, അയാളെല്ലാം സൂക്ഷിച്ചേ ചെയ്യാറുള്ളൂ. മാഡം വെറുതെ ടെൻഷൻ ആവണ്ട. ശരി, നിങ്ങൾ ഓഫീസിലെത്തിയില്ലേ? ഓൺ ദ വേ ആണ് മാഡം. ഒരു 5 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. പറയൂ സരയൂ. നീ പറഞ്ഞതുപോലെ ഞാൻ പിയോട് സംസാരിച്ചു. ടെൻഷനൊന്നും വേണ്ട, എല്ലാം അവിടെ ഓക്കെയാണ്. കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് റിലാക്സ് ആവ്. ബൈ. രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ? നിങ്ങളെ കണ്ടിട്ട് എന്തോ ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ. നത്തിങ് മിഥുൻ, ഐ ആം ഓക്കേ. രണ്ടുപേരും കൂടെ എന്തോ ഗൂഢാലോചന നടത്തുക ചേട്ടാ. എനിക്ക് നല്ല സംശയമുണ്ട്. ഗൂഢാലോചന നടത്തുന്നത് ഞങ്ങളല്ല, നിന്റെ ചേച്ചിയാ. അല്ല, മേഘന എവിടെ പോയി? രാജനെ ഇവിടെ എങ്ങും കാണുന്നില്ല. രാവിലെ തന്നെ എങ്ങോട്ടേക്കോ ആ മാലയുടെ എൻക്വയറി നടത്താൻ വേണ്ടി പോയിക്കാന്ന് തോന്നുന്നു. എൻക്വയറിയോ? എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നിതിന് സ്റ്റാർട്ടാവും തോന്നുന്നില്ല. ഏതെങ്കിലും വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കുന്നതാ നല്ലത്. താങ്ക് യു സർ. താങ്ക് യു മാഡം. മാഡം അതൊക്കെ ആ സത്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ എന്റെ മാഡം എന്നെ ആയിരിക്കും കൊല്ലാൻ പോകുന്നത്. ആ സത്യം നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാനായിരിക്കും കൊല്ലാൻ പോകുന്നത്. ഈ പ്രായത്തിനുള്ളിൽ നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞ നിങ്ങൾ ചെയ്ത പാപത്തിന് അങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും. സത്യം പറയടോ. ഞാനെല്ലാം പറയാം മാഡം. നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ജരി തന്നെയാണ് ആ മാല മോഷ്ടിച്ച് ഞങ്ങളുടെ സരിയ മാഡത്തിന് ഏൽപ്പിച്ചത്. ഞങ്ങളുടെ സരയു മാഡവും ആ മഞ്ജരി മാഡവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മാഡം. അവര് രണ്ടുപേരും ചേർന്ന് മാഡത്തിനും മിഥുൻ സാറിനും എതിരായിട്ട് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇതുവരെ നടന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇവര് രണ്ടുപേരും ഒന്നിച്ച് നടത്തിയ പ്ലാനിംഗ് ആണ്. പാർവതിക്കും ലോയറിന് കൊടുക്കാനുള്ള പേയ്മെന്റിനും വേണ്ടിയാണ് മഞ്ജരി മാഡം സരയു മാഡത്തിന് ഈ മാല കൊണ്ടുപോയി കൊടുത്തത്.
എനിക്കറിയുന്ന എല്ലാ സത്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാഡം. ഇനി എന്നെ വെറുതെ വിടണം. ഓക്കേ. താങ്ക് യു. ഒരു ഫ്രണ്ട് എന്ന പേരിൽ, ലവർ എന്ന പേരിൽ മിഥുന്റെ ലൈഫിലേക്ക് വന്ന ഈ മഞ്ജരി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും എനിക്ക് ആലോചിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള ഒരു പെണ്ണിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവസാനം നമ്മുടെ ചക്കിയെ പോലും മിഥുനേട്ടനിൽ നിന്ന് വേർപിരിക്കാൻ ആഗ്രഹിച്ചെങ്കിൽ മഞ്ജരിയോട് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പാടില്ല അച്ഛാ. മിഥുനേട്ടനോട് എത്രയും പെട്ടെന്ന് എല്ലാ സത്യങ്ങളും പറയണം. നമുക്കിപ്പൊ തന്നെ പോയി പറയാം. മാമളെ, എന്താ രാജൻ നിങ്ങൾ ഈ പറയുന്നേ? എന്നോട് ക്ഷമിക്കണം മാഡം. എന്റെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടി എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചത്. എന്റെ മുന്നിൽ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. ഈ കാര്യം ഇപ്പൊ മഞ്ജരി അറിഞ്ഞ അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഉറപ്പാ. ഛെ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ഇങ്ങനെ സംഭവിച്ചു. ഇതിനി മഞ്ജരിയിൽ നിന്ന് മറച്ചു വെക്കാൻ പാടില്ല. എക്സ്ക്യൂസ് മീ മിഥുൻ. ഓക്കെ. പറയ് സരയു. നമ്മൾ പേടിച്ചതുപോലെ തന്നെ നടന്നു. എന്റെ പിയെ മേഘനയോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. നീ എന്താ സരയു പറയുന്നേ? എന്തിനായിരിക്കും മഞ്ജരി ഇത്ര ടെൻഷൻ അടിച്ചു നിൽക്കുന്നത്? സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചോ? സോറി മഞ്ജരി, ഇങ്ങനെയൊക്കെയാവുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സിറ്റുവേഷൻ ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സൂക്ഷിക്കണേ. എന്ത് പറ്റി മഞ്ജരി? നീ എന്താ ടെൻഷനായി നിൽക്കുന്നത്? മേഘന എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു ആന്റി. സരയുന്റെ പി അവളോടെല്ലാം പറഞ്ഞു അത്രേ. ആന്റി, ആന്റി, നീ ഇതെന്താ ചെയ്തെന്ന് നിനക്ക് അറിയാവോ മഞ്ജരി? ഞാൻ നിന്നെ മാത്രം വിശ്വസിച്ചത്, എന്നിട്ട് നീ എന്താ ചെയ്തിരിക്കുന്നത്? നീ പെട്ടത് മാത്രമല്ല, എന്നെയും കൂടി ഇതിൽ പെടുത്തിയിരിക്കുക. എല്ലാം അറിഞ്ഞോണ്ട് മേഘൻ ഇങ്ങോട്ടേക്ക് വന്ന നമ്മുടെ അവസ്ഥ എന്താവെന്ന് ചിന്തിച്ചോ? ആ ചാരു ഇതറിഞ്ഞ എന്നെ പച്ചയ്ക്ക് തിന്നുന്നുള്ള കാര്യം ഉറപ്പാ. വിവേക് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ മുഖത്തേക്ക് പോലും നോക്കില്ല. ജയദേവേട്ടൻ ഇങ്ങോട്ട് വന്നാ പിന്നെ എന്നെ വായിലിരിക്കുന്നതൊക്കെ വിളിച്ചു പറയുന്ന അറിയാലോ. മിഥുനാണെങ്കിൽ ഇതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നമ്മൾ എന്ത് ചെയ്യും? നിന്റെ കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി എന്റെ ജീവിതം കൂടെ കുട്ടിച്ചോറാക്കിയപ്പോ സമാധാനമായല്ലോ. അപ്പൊ തെറ്റു മുഴുവൻ എന്റേതാണല്ലേ? ആന്റിക്ക് ഇതിൽ ഒരു പങ്കുമില്ലേ? നീ വാശി പിടിച്ചിട്ടാണല്ലോ മാല നിനക്കെടുത്തെന്ന് ഞാനിപ്പോ പെട്ടു കിടക്കുന്നത്. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? മേഘന വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആന്റി. ഇതിലിപ്പോ നമ്മൾ ചെയ്യാനായിട്ട് ഒന്നും തന്നെ ഇല്ല. എല്ലാ കളി ഇതോടെ അവസാനിച്ചു. അവളുടെ അനിയത്തെ അപമാനിച്ചതിന്റെ പേരിൽ ആ മേഘനയ്ക്ക് നമ്മളോട് അല്ലെങ്കിൽ തന്നെ നല്ല ദേഷ്യം ഉണ്ടെന്ന് നിനക്ക് അറിയാലോ. നമ്മുടെ രണ്ടുപേരും കൂടി അവളെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞതല്ലേ. ഇനി വീട്ടിൽ നിന്ന് നമ്മൾ പുറത്താക്കാൻ പോവാ. ഇന്നത്തോടെ ഈ വീട്ടിൽ നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ആവും. അയ്യോ, ശ്ശേ. മിഥുനേട്ടാ, അച്ഛനും ചേച്ചിയും വരുന്നുണ്ടല്ലോ.
രണ്ടുപേരും ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത്? വീണ്ടും CBI ഓഫീസേഴ്സിനെ പോലെ അന്വേഷിക്കാൻ പോയതാണോ? അതേ മിഥുൻ, അടഞ്ഞു പോയ നിന്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി പോയതാ ഞങ്ങള്. ഞങ്ങളെക്കാൾ കൂടുതൽ നീ വിശ്വസിക്കുന്നവര് നിന്നെ തന്നെ ചതിച്ചു എന്നുള്ള സത്യം വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത്. ഡാഡ് എന്തൊക്കെയാ പറയുന്നത്? ആരെക്കുറിച്ച് സംസാരിക്കുന്നത്? വേറെ ആരാ മിഥുനേട്ടാ? ഈ പറ്റിച്ച് ജീവിക്കുന്ന മഞ്ജരിയെ കുറിച്ചാ പറഞ്ഞ. ആരോടൊരു നന്ദിയില്ലാത്ത ഈ ദ്രോഹിയെ കുറിച്ചാ ഞങ്ങൾ പറയുന്നത്. കൂടെ ചാരി നിന്നിട്ട് മിഥുനേട്ടനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ മഞ്ജരിയാണെന്നുള്ള സത്യം തെളിയിക്കാൻ വേണ്ടി പോയതാ. നീ എന്തൊക്കെ പറയുന്ന മേഘന? മര്യാദയ്ക്ക് സംസാരിച്ചോളണം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണോ? നീ ഒരു പെണ്ണ് തന്നെയാണോ? മേഘനെ, നീ എന്തീ കാണിക്കുന്നേ? നീ ഇപ്പൊ എന്തിനാ മഞ്ജരിയുടെ കവള് തടിച്ചത്? അവളെ അടിക്കല്ല ചെയ്യേണ്ടത് മിഥുൻ, കൊന്നുകളയേണ്ട കാര്യങ്ങൾ അവൾ ചെയ്തു കൂട്ടിയേ. അതിനവൾ എന്ത് ചെയ്തിട്ടാ ഡാഡ്? എന്തിനാ അവളെ എല്ലാരും കൂടെ കുറ്റം പറയുന്നേ? ഇവളിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് ആദ്യമായിട്ടല്ല. ഇവിടെ വന്ന് കയറിയതിനു ശേഷം ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളും പോട്ടേന്ന് വെച്ച് ഞങ്ങൾ ക്ഷമിച്ചു വിടുമായിരുന്നു. ചെയ്തതൊന്നും ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോ അവളെന്റെ അനിയത്തിയാണ് കള്ളിയാക്കിയിരിക്കുന്നത്. ആ മാല അവള് മോഷ്ടിച്ചിട്ട് എല്ലാവരുടെ മുന്നിലും ചാരുവിനെ കള്ളിയാക്കി നിർത്തി. തെളിവില്ലാതെ വെറുതെ ഓരോന്ന് പറയല്ലേ മേഘനെ. തെളിവുകളുണ്ട് മിഥുനേട്ടാ. സരയുവിന്റെ PA സത്യങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞു. സംശയം ഉണ്ടെങ്കിൽ മിഥുനേട്ടൻ തന്നെ നോക്കിക്കോ. നിങ്ങളുടെ വീട്ടിലുള്ള മഞ്ജരി തന്നെയാണ് ആ മാല മോഷ്ടിച്ച് ഞങ്ങളുടെ സരയു മേഡത്തിന് ഏൽപ്പിച്ചത്. അവര് രണ്ടുപേരും ചേർന്ന് മേഡത്തിനും മിഥുൻ സാറിനും എതിരായിട്ട് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ആ സരയു അങ്ങനെ എവിടുന്ന് വന്നതല്ല. ഈ മഞ്ജരിയുടെ ക്ലോസ് ഫ്രണ്ട് അവള്. നമ്മുടെ കമ്പനിയെയും നമ്മുടെ കുടുംബത്തെയും നശിപ്പിക്കണമെന്ന ഒറ്റ ചിന്തയോടെ ജീവിക്കുന്ന ആ സരയുവിനോടൊപ്പം ചേർന്ന് ഈ മഞ്ജരി നമ്മളെ എല്ലാവരെയും ചതിക്കായിരുന്നു. സത്യത്തിൽ ആ സരയുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ ഈ മഞ്ജരിയാണ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാം സരയുവിന്റെ ഭാഗത്തേക്ക് മാറ്റി കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം സരയുവിന് കൊടുക്കാൻ വേണ്ടി ഇവളതെല്ലാം ചെയ്തു കൂട്ടിയത്. നമ്മൾ ആ ടെൻഡറിന് വേണ്ടി കോട്ട് ചെയ്ത തുക ലീക്ക് ചെയ്ത് ആ ടെൻഡർ സരയുവിന് കിട്ടാൻ സഹായിച്ചതും ഇവളാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമുക്കുണ്ടായ ആക്സിഡന്റ് പോലും സരയും മഞ്ജരിയും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തതാ.